മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. KTU ഡിജിറ്റൽ VC നിയമനത്തിൽ സമവായത്തിലെന്ന ഗവർണറും സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഡിജിറ്റൽ സർവകലാശാല KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സമവായത്തിലെന്ന ഗവർണറും സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിൽ സമവായമായി എന്ന് സർക്കാരും ഗവർണറും സുപ്രീം കോടതിയെ അറിയിച്ചത്. നേരത്തെ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യാമൂലം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ VC നിയമനവുമായി ഉയർന്നിരുന്നു. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തർക്കങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി ഇടപെടുന്നു. പിന്നാലെ സുപ്രീം കോടതി നേരിട്ട് നിയമനത്തിലേക്ക് കടക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഘട്ടത്തിലാണ് സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കണ്ട് അതിൽ ഒരു കൂടിക്കാഴ്ചയിൽ ഇത് സമവായത്തിലെത്തുകയായിരുന്നു. തുടർന്ന് KTU VC-ആയി സിസ തോമസിനെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും നിയമിക്കുകയുണ്ടായി. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഇതൊരു സമവായത്തിലെത്തിയെന്ന് സർക്കാരും ഗവർണറും സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ തീർന്നുവെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ തർക്കങ്ങൾ ബാധിച്ചത് കുട്ടികളെയാണ്. അതിന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതി വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. മെറിറ്റുള്ളവരല്ലേ നിയമിച്ചതെന്ന് കോടതി ചോദിച്ച്, യോഗ്യരായവരല്ലേ നിയമിച്ചതെന്നാണ് കോടതി ഇക്കാര്യത്തിൽ ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതേ എന്നാണ് സർക്കാരും ഗവർണറും കോടതിയിൽ അറിയിച്ചത്. സർക്കാരിന്റെ അഭിഭാഷകനോടൊപ്പം തന്നെ അറ്റോർണി ജനറലും ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറലും കോടതിയെ അറിയിച്ചത്. എന്തായാലും സമവായം ഉണ്ടായെന്ന് AG പറയുകയുണ്ടായി. ഈ ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലാണ് സമവായം ഉണ്ടായത്. എന്തായാലും ഇതോടുകൂടി തർക്കങ്ങൾക്കെല്ലാം തന്നെ വിരാമമായെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഈ സമവായത്തിൽ സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടായി. എന്തായാലും കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ടാണ് തങ്ങൾ ഇടപെട്ടതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ കൂടുതൽ നല്ല ചർച്ചകൾ ഇനിയും നടക്കട്ടെ, ഗവർണറും സർക്കാരുമായി നല്ല ചർച്ചകൾ ഇനിയും നടക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ VC നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ഒരു പരിഹാരമാകാത്തത് വലിയ രീതിയിൽ തന്നെ വലിയ രൂക്ഷ വിമർശനമെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പിന്നാലെ ഒരു സമവായത്തിന് ശ്രമം നടന്നെങ്കിൽ പോലും അതിൽ നടന്നില്ല. ഒരു സമിതിയെ അടക്കം സുപ്രീം കോടതി നിയോഗിക്കുന്ന സ്ഥിതിയുണ്ടായി. ദൂലിയ സമിതി. ഒടുവിൽ ഈ സമിതിയോട് 2 പേരുകൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനായി കോടതി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് നേരിട്ട് നിയമനത്തിലേക്ക് പോകുമെന്ന കാര്യമടക്കം സുപ്രീം കോടതി വ്യക്തമാക്കിയത്. തുടർന്നാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ഒരു സമവായത്തിൽ എത്തിയത്. അതിന് പിന്നാലെ ലോക്ഭവൻ ഉത്തരവിറക്കുകയും ചെയ്തു. KTU VC-ആയി സിസ തോമസിനെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും നിയമിക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്നാൽ ഈ നിയമനം തങ്ങൾ സമവായത്തിലെത്തിയ കാര്യം ഗവർണറാണ് ഇന്നലെ രേഖാമൂലം കോടതി അറിയിച്ചത്. എന്തായാലും ഈ കേസ് കോടതി പരിഗണിച്ച് ഇതിലൊരു തൃപ്തി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ VC നിയമനത്തിൽ സമവായത്തിലെത്തിയ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ചോദിച്ചൊരു കാര്യം, യോഗ്യരായവരല്ലേ നിയമിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. അതിൽ സർക്കാരും ഗവർണറും അതേയെന്ന് മറുപടി നൽകി. എന്തായാലും ഈ തർക്കങ്ങൾക്ക് വിരാമമായെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കൂടാതെ ഇനിയും ചർച്ചകൾ ഗവർണറും സർക്കാരും തമ്മിൽ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്നും കോടതി വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ സമവായം ഉണ്ടായത് അല്ലെങ്കിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർന്നതിൽ സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ശരി. KTU ഡിജിറ്റൽ VC നിയമനത്തിൽ സമവായമെന്ന് ഗവർണറും സർക്കാരും സുപ്രീം കോടതി അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.